നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊന്നിനെയും കുറിച്ചുമല്ല, ഈ കർമ്മ പാർട്ണറിനെ കുറിച്ച്. കർമ്മ പാർട്ണറിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അന്നും ചെയ്തതിനേക്കാൾ എത്രയോ ക്ലാരിറ്റി, കാരണം നമ്മുടെ ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതൊന്നും തെറ്റിപ്പോയില്ല എന്നുള്ളതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അവർ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പലരും ഇപ്പോഴും ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞ് കർമ്മ പാർട്ട്നേഴ്സിനെയാണ് മുറുകി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും അതിന്റെ സെൻസ് മനസ്സിലാക്കാതെ കൂടുതൽ കൂടുതൽ ട്രബിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 7 ആധാര ചക്രങ്ങളും ബാലൻസ്ഡ് ആയ ഒരു വ്യക്തിയിലേക്ക് മാത്രമേ ട്വിൻ ഫ്ലെയിം വരയ്ക്കുള്ളൂ. ഈ 7 ആധാര ചക്രങ്ങളും ബാലൻസ് ആയി എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാരെയും ഇപ്പോഴും ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ച് കർമ്മ പാർട്ണർ റിലേഷൻഷിപ്പിൽ അവർ മുറുക്കി പിടിച്ചേക്കുകയാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ പല ആൾക്കാർ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ കർമ്മ പാർട്ട്നേഴ്സിനെ ട്വിൻ ഫ്ലെയിം ആക്കുന്ന രീതിയിൽ സ്ട്രഗിൾസും കാര്യങ്ങളും ഇങ്ങനെ വരും അങ്ങനെ വരുമെന്ന് പറഞ്ഞ് എക്സാക്ട് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇമോഷണലി കണക്ട് ആയേക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇമോഷണലി മറ്റൊരു വ്യക്തിയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കർമ്മ പാർട്ണർ ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവര് ധരിച്ചു വെച്ചേക്കുന്ന ആള് കർമ്മ പാർട്ണർ ആണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ തന്നെ ഈ കർമ്മ പാർട്ണർ റിലേഷൻഷിപ്പിനകത്ത് പലരും ചോദിക്കാറുണ്ട്, സാർ ഞാൻ അയാളുടെ കർമ്മ പാർട്ണർ ആണോ അതോ അയാൾ എന്റെ കർമ്മ പാർട്ണർ ആണോ? ഒന്ന്. ഇനി വേറെ സംശയം, ഓക്കെ, അയാൾ എന്റെ കർമ്മ പാർട്ണർ ആണ്, ഇപ്പൊ ഞാൻ ആരുടെ കർമ്മ പാർട്ണർ ആണ്? മനസ്സിലാക്കൂ, വളരെ വളരെ സിമ്പിൾ കാര്യമാണത്. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കർമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളും ആ വ്യക്തിയും ഈ ജന്മം കണ്ടുമുട്ടാനുള്ള സാഹചര്യവും നിങ്ങൾ തമ്മിൽ ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധിക്കുന്നത്. ഈ കർമ്മ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, അത് അച്ഛനാകാം, അമ്മയാകാം, ആങ്ങളയാകാം, അനിയത്തിയാകാം, ചേച്ചിയാകാം, ഭാര്യയാകാം, ഹസ്ബൻഡാകാം, മക്കളാകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കർമ്മ. അവർ കർമ്മ പാർട്ണർ റോളിലേക്ക് വരികയാണ്. ഇതിൽ മെജോറിറ്റി നമ്മൾ കണ്ടു വന്നേക്കുന്നത് പറയുന്നത്, അല്ലെങ്കിൽ മെജോറിറ്റി എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. ഇതിൽ തന്നെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് കർമ്മ പാർട്ണറിൽ തന്നെ അക്യൂസ്ഡ് കർമ്മ പാർട്ണറും വിക്ടിം കർമ്മ പാർട്ണറും. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അക്യൂസ്ഡ് പേഴ്സൺസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ ഒരു കപ്പിൾ, ഒരു പേരിനെ എടുക്കാം, അതിൽ ഒരാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്ത് ഒരു കർമ്മ പാർട്ട്നേഴ്സ് ആണ്. ഇതിൽ അക്യൂസ്ഡ് ലൈഫിന് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും ഈ വൈഫ് വന്നതിന് ശേഷം ഉണ്ടാവുന്നത്. ഈ വൈഫ് വന്നതിന് ശേഷം അവർ ഫിനാൻഷ്യലി വളരെ അപ്പൻഡന്റ് ലൈഫിലേക്കും, അല്ലെങ്കിൽ ബിസിനസ് പരമായി ആയിക്കോട്ടെ, അവരുടെ പ്രൊഡക്റ്റീവ് സൈക്കിൾ ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും ഏറ്റവും ഫ്ലറിഷ്ഡ് സ്റ്റേജിലേക്ക് അവർ പോകും. ഈ കർമ്മ പാർട്ണർ അതിനകത്ത് അക്യൂസ്ഡ് ആണെങ്കിൽ, അക്യൂസ്ഡ് പേഴ്സൺസ്, നമ്മൾ ഒരുപാട് പേരെ നിരീക്ഷിച്ചാൽ നമ്മുടെ ഫിലിം ഫീൽഡിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ കർമ്മ പാർട്ണറിനെ എന്തെങ്കിലും അപ്പൊ ഇതിൽ തന്നെ ഈ കർമ്മ പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി ഹൈലി ടോക്സിക് ആയിരിക്കും, നാർസിസം ഉണ്ടാവും, അയാളൊരു വലിയ നാർസിസ്റ്റ് ആയിരിക്കും. അയാള് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് വേറൊരാളോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത്ര ബ്യൂട്ടിഫുള്ളി ആയിരിക്കും ഈ പറയുന്ന കർമ്മ പാർട്ണർ, അക്യൂസ്ഡ് പേഴ്സൺ, പബ്ലിക്കലി അയാളുടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും, കാരണം കർമ്മ പാർട്ണർ ലൈഫിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കത്
സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് കർമ്മ പാർട്ണർ എന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ അക്യൂസ്ഡ് പേഴ്സൺസ് വളരെ ഹൈലി ഒരു ഭയങ്കര ഡോമിനേറ്റിംഗ് ലൈഫ് സ്റ്റൈലിലോട്ടും അതിന്റെ വിക്റ്റിമായിട്ട് വന്നേക്കുന്ന പാർട്ട്ണർ എല്ലാ സഫർ ചെയ്ത് സഹിച്ച് ഒതുങ്ങിക്കൂടി ഈ വിഷമങ്ങളും എല്ലാം പെയിനും ഹോൾഡ് ചെയ്ത് നടക്കുമായിരിക്കും. അതിന്റെ രസം എന്നെങ്കിലും ഈ അക്യൂസ്ഡിനെ വിക്റ്റിം തിരിച്ചറിഞ്ഞ് വിക്റ്റിമിന് വേണ്ട രീതിയിൽ അവരുടെ എനർജിയെ ചേഞ്ച് ചെയ്ത് പുതിയ പുതിയ കംഫർട്ട്സും ബ്രേക്ക് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷം മുതൽ അക്യൂസ്ഡിന്റെ പണി തുടങ്ങും, തകർച്ച സ്റ്റാർട്ട് ചെയ്യും. വളരെ ഞാൻ ഈ പറയുന്ന സാധനം നമ്മുടെ ഫിലിം ഫീൽഡിൽ തന്നെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ സെൻസ് മനസ്സിലാക്കാൻ പറ്റും. അത്രയും നാളും അയാൾ അക്യൂസ്ഡ് ഉണ്ടാക്കി വെച്ച സകല ഇമേജും പൊട്ടി തകരുന്ന രീതിയിൽ വിക്റ്റിം ആകുമ്പോൾ അത്രയും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, എനർജി ലെവൽ ഹൈ ആക്കേണ്ടി വരും, അത്രയും ഇന്നർ വർക്ക് ചെയ്യേണ്ടി വരും, അത്രയും മെനക്കെട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോകാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുദ്ദേശിക്കുന്ന ആ തലത്തിലേക്ക് മാറാൻ പറ്റും. അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് ഈ കർമ്മ പാർട്ണർ ആയിരിക്കുന്ന അക്യൂസ്ഡ് തകർച്ച സംഭവിക്കുന്നത്. പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഈ പറയുന്ന കർമ്മ പാർട്ണറിനെയൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇങ്ങനെ സംഗതിയൊക്കെ മനസ്സിലാക്കി പറഞ്ഞിട്ട് ഈ ലോവർ എനർജിയിൽ നിന്നിട്ട് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും, വലിയ വലിയ ഡിസിഷൻസ് എടുക്കും. സ്റ്റിൽ ആ വ്യക്തിയുടെ എനർജി ലെവലിൽ എന്താണ് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇന്നലെ വർക്കോ പ്രാക്ടീസോ ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ സൂടിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ട് തന്നെ അപ്പോഴും ജയമാർക്കാണ് ഈ പറയുന്ന അക്യൂസ്ഡ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു വൈഫ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പബ്ലിക്കിനോട് പറയില്ല, വീട്ടിൽ പറയുകയാണ്, അവരുടെയൊക്കെ വീട്ടിൽ പറയുമ്പോൾ പോലും ഒരു രീതിയിലും ഫാമിലി സപ്പോർട്ട് ചെയ്യത്തില്ല. അയ്യോ അവനെപ്പോൾ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം മോളെ എന്നൊക്കെ പറഞ്ഞു വിടും. ആക്ച്വലി പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇയാൾ എത്രമാത്രം വിഷമാണ്. അപ്പൊ ഈ പെൺകുട്ടി കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവർ ഇന്നർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ യഥാർത്ഥ സ്വഭാവം വെളി വരാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുകയും ഈ പറയുന്ന എനർജി ലെവലിൽ പെൺകുട്ടിയുടെ കൂടുന്നതിനനുസരിച്ച് അയാളുടെ യഥാർത്ഥ മുഖം മൂടി വെളിവരികയും ചെയ്യും. നമുക്കൊക്കെ ഇത് ഒരുപാട് എക്സ്പീരിയൻസസ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ലൈഫിൽ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോ മനസ്സിലാക്കുക, കർമ്മ പ്രണറിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ അക്യൂസ്ഡും ഒരാൾ വിക്റ്റിമും ആയതുകൊണ്ടാണ്. അത് എനിബഡി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഹസ്ബൻഡ് വൈഫിനകത്ത് ഹസ്ബൻഡ് തന്നെയാണോ നിർബന്ധമില്ല. ചില കേസുകളിൽ നമുക്ക് അക്യൂസ്ഡ് ആയിട്ട് ലേഡീസ് ഉണ്ട്, പാവം പിടിച്ച വിക്റ്റിമായിട്ട് ജെൻസ് ഉണ്ട്, അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ജെൻസ് ഉണ്ട്, നമുക്കുണ്ട്. അവരിത് മനസ്സിലാക്കി അവർ പ്രാക്ടീസ് ചെയ്ത് പതുക്കെയാണ് കമ്പാരിറ്റീവ്ലി ഇമോഷണലി ലേഡീസിനേക്കാൾ എന്താ പറയുന്നത് ഇമോഷണലി വീക്കാണ് ജെൻസ് ഈ കർമ്മ പാർട്ണർ കേസിലേക്ക് വരുമ്പോഴത്തേക്ക്. കാരണം ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 10 വർഷം വരെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ സയൻസ് കാണിച്ചു കൊടുക്കും. അതായത് ഇവർ ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് സെപ്പറേറ്റ് ആകാനുള്ള ആ സിറ്റുവേഷൻസിലേക്ക് വരും. തുടക്കത്തിൽ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. തുടക്കത്തിൽ ഭയങ്കര റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഭയങ്കര. പക്ഷെ എപ്പത്തോട്ട് എനർജി എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പൊ തൊട്ട് എനർജി എക്സ്ചേഞ്ച് തുടങ്ങുന്നതിന് മനസ്സിലായില്ല എന്താണ് എനർജി എക്സ്ചേഞ്ച്. അപ്പോൾ മുതൽ ചെറിയ ചെറിയ പൊട്ടൻഷ്യലിൽ തുടങ്ങും. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് കളത്തിലോട്ട് കയറുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ യഥാർത്ഥ ടോക്സിസിറ്റി വെളി വരത്തുള്ളൂ, അത് മനസ്സിലാവത്തുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മൈൻഡ് പവർ ഉള്ളവർക്കേ പറ്റുള്ളൂ. രക്ഷപ്പെടണം നിങ്ങൾ വിചാരിച്ചാലും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് ദാറ്റ്സ് എ പവർ ഓഫ് കർമ്മ. അത് കാർമിക് റിലേഷനാണ്, കാർമിക് എഫക്റ്റാ. അങ്ങനെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഞാനെല്ലാം മനസ്സിലാക്കി എന്നാൽ നാളെ തൊട്ട് ഞാൻ സെറ്റപ്പ് ആകുമെന്ന് വിചാരിച്ചാലും നമ്മുടെ സിസ്റ്റത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ലോട്ട് ഓഫ് നെഗറ്റീവ് എനർജീസ്, ലോട്ട് ഓഫ് ന്യൂറോൺസ്, ഇതെല്ലാം ഇതിന്റെ എഫക്റ്റ് കാണിക്കില്ലേ. അതേ ഒന്നും ഒരു രീതിയിലും തിരുത്താത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഇതിൽ നിന്ന് പോരാൻ പറ്റില്ല. ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് വിക്ടിം, എന്താണ് അക്യൂസ്, ഇതിനെ കുറിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി
പിന്നെ ഞാൻ ആരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ പോലും ഞാൻ എടുത്തു പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു അക്യൂസ്ഡ് കർമ്മ പാർട്ണറും വിക്ടിം കർമ്മ പാർട്ണറും അതിന് തുടക്കത്തിൽ അക്യൂസ്ഡിന്റെ വളർച്ച ഡ്രാസ്റ്റിക് ആയിരുന്നു. പക്ഷെ എപ്പോൾ തൊട്ട് ഈ പറയുന്ന അക്യൂസ്ഡിന്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ വിക്ടിം ഇത് തിരിച്ചറിഞ്ഞ് എപ്പോൾ തൊട്ട് അതിനെ തിരുത്താൻ തുടങ്ങിയോ അന്ന് മുതൽ അക്യൂസ്ഡിന്റെ ലൈഫ് മുഴുവനും ട്രാജഡിയാണ്. ഇപ്പോഴും ആ ട്രാജഡിയിൽ നിന്ന് മാറാൻ കഴിയാത്ത രീതിയിൽ പെട്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കണം, നിങ്ങൾക്കും ഇതിൽ നിന്ന് ഈ പറയുന്ന ടോക്സിസിറ്റിയിൽ നിന്നും രക്ഷപ്പെടണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരും. കൃത്യമായ രീതിയിൽ ഗൈഡൻസ് തന്ന് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കുന്ന എല്ലാ ഹെൽപ്പ് നമ്മൾ ചെയ്തു തരും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ്. ഓക്കെ, ഇത് പറ്റത്തില്ല, ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ലേ, ഇത് എന്റെ ഈ ജന്മം മൊത്തം ഞാൻ ഇതിൽ പെട്ടുപോകും, അങ്ങനെ കേൾക്കണ്ട. നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ആത്മാവ് ഈ വീഡിയോ കാണിക്കുന്നത് നിങ്ങളെ അതിൽ രക്ഷപ്പെടുത്താനാണ്. അത് രക്ഷപ്പെടണോ വേണ്ടയോ എന്നുള്ള തീരുമാനം മാത്രമാണ്. അപ്പൊ അതനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് എത്രമാത്രം ഇൻവോൾവ് ആവുന്നു അതനുസരിച്ച് നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആവുന്നു, നിങ്ങൾക്ക് വേണ്ട കാവ്യനീതി ലഭിക്കുന്നു. ഓക്കെ, താങ്ക് യു.